ഇവർക്കെതിരെ സമരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. കാരണം അതുപോലുള്ള ചെയ്തികളാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആസിം കരാർ ഒപ്പിട്ടിട്ട് നമ്മുടെ നാണ്യവിളകളുടെ ഒക്കെ വില തകർക്കുന്നു. അത് ചെയ്യുന്ന സർക്കാർ തന്നെ കേരളത്തിലെ റേഷനെതിരായിട്ട് ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയാണ്. കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്ക് റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോ ഭക്ഷ്യസുരക്ഷയുടെ പേരിൽ പാസാക്കണ നിയമം എന്താണെന്നറിയാമോ? 11 ലക്ഷം പേർക്ക് ഉള്ളൂ. 70 ലക്ഷം കുടുംബങ്ങളിൽ 11 ലക്ഷം പേർക്ക് റേഷൻ ഉള്ളൂ. കേരളത്തിലെ റേഷൻ കേന്ദ്ര സർക്കാരിന്റെ സൗജന്യമല്ല, ഒരു രാജാവിന്റെ മന്ത്രിയുടെ സൗജന്യമല്ലത്. മലബാർ 2ാം ലോകമഹായുദ്ധം നടക്കുമ്പോൾ വലിയ ക്ഷാമം. എന്ത് ക്ഷാമത്തിന് കാരണം? ബർമയിൽ നിന്നും മറ്റുള്ള അരി കേരളത്തിലേക്കുള്ള